ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അബിയെയും കൊണ്ട് പോലീസ് ജീപ്പ് പോവുകയാണ്. ഉള്ളതോ ഇല്ലാത്തതോ എല്ലാ കുറ്റങ്ങളും അബിയുടെ തലയിലാക്കിയിട്ട് പോലീസ് അബിയെയും കൊണ്ട് പോവുകയാണ്. അതിൽ ഒരു പോലീസ് പറയുകയാണ്, ഇന്ന് മോളിൽ നിന്ന് വെടി വന്നിരുന്നു, കള്ളനെ കിട്ടിയോന്ന് ചോദിച്ചിട്ട്. നീ കുറുവയാണോടാ? അയ്യോ അല്ല സാറേ, ഞാൻ അനന്തപുരിയിലെ പയ്യനാ. മൂർത്തിസ് ജ്വല്ലറിയുടെ ഓണർ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകനാ. ഇനി മൂർത്തിസ് ജ്വല്ലറിയിൽ മോഷണം നടന്നോ എന്ന് അന്വേഷിക്കണോ? പറഞ്ഞപ്പോൾ അവൻ കുറച്ചൊന്നല്ല പറഞ്ഞത്, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മകനാണെന്നാണ് പറഞ്ഞത്. ആ, അതിനുകൂടെ ചേർത്ത് വേണം ഇവൻ ഇന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം മൂർത്തി സാറിനെ ഒന്ന് വിളിക്കാൻ. അവിടെ മോഷണം വല്ലതും നടന്നോ എന്നറിയണമല്ലോ. സാറേ, സത്യമായിട്ടും ഞാൻ മിണ്ടാതിരിടാ. ഇനി നീ ശബ്ദിച്ചാൽ ഇതിനകത്തിട്ട് ചവിട്ടിക്കൂട്ടും ഞാൻ. ഈ നാട്ടിലും മറുനാട്ടിലും ഒക്കെ നടത്തിയ മോഷണങ്ങൾ നീ ഇന്ന് കുടഞ്ഞിടണം. എല്ലാം ചോദിക്കുമ്പോൾ മണി മണി പോലെ പറയണം. അല്ലെങ്കിൽ നീ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല. അങ്ങനെ അബിയെയും കൊണ്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ അച്ഛനെയാണ്. ആ ഫോട്ടോ ഇതാ, ഒന്നുകൂടി ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ ഫോട്ടോ ആണ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ കൊള്ളാലോ, കാഴ്ചയ്ക്ക് മാത്രമല്ല കായിക ബലത്തിലും ആരെക്കാളും പിന്നിലല്ല. ഒറ്റയ്ക്ക് 4-5 ആണുങ്ങളെ അടിച്ചിടാനുള്ള കെൽപ്പ് അവൾക്കുണ്ട്. അത് മറക്കരുത്. ഇവളുടെ കാര്യം തന്നെയാണോ സാറ് പറയുന്നത്? ആ തന്നെ, ഇവൾ തന്നെ. ഇതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച 4-5 എണ്ണത്തിനെ നല്ല തല്ല് കൊടുത്തിട്ടാണ് വിട്ടത്. അവളെപ്പോലെ ഒരുത്തിയെ തല്ലി ഒതുക്കാൻ ഞാൻ മതി സാറേ. തല്ലിയാലും കൊന്നാലും സാരമില്ല, പക്ഷേ ഇനി ഇവളുടെ ശല്യം എൻ്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയേ ഉള്ളൂ എനിക്ക്. സാർ അഡ്വാൻസ് വെച്ചിട്ട് ഡീൽ ഉറപ്പിക്കും സാറേ, ബാക്കി കാര്യം ഞാനായിക്കോളും. ഇതാ പൈസ അയാൾ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, കഴിഞ്ഞ തവണ പൈസ വാങ്ങിയവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് അവന്മാരുടെ പൊടി പോലും കാണാനില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, ഇവളുടെ പൊടി പോലും ഉണ്ടാവില്ല. അങ്ങനെ അബിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചുരുട്ടിക്കൂട്ടാണ്. സാറേ, ഞാൻ നിരപരാധിയാണ് സാറേ. അതുകൊണ്ടാടാ പുറമേ പരിക്കില്ലാതെ നിന്നെ തലോടി വിട്ടത്. ഇനി നീ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണെങ്കിൽ ഞങ്ങൾ വിട്ടുപോയില്ലേ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുകയാണ്. ഈ അടി ഇനി എന്തിനാണെന്നറിയോ? മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണെന്ന് കള്ളം പറഞ്ഞതിന്. മൂർത്തി സാർ ഇതറിഞ്ഞാൽ നിനക്ക് 2 എണ്ണം കൂടി തരാനേ പറയൂ. എന്നാലും കള്ളം പറയുമ്പോൾ ഇച്ചിരി മയത്തിലൊക്കെ പറയണ്ടേടാ. സാറേ, സാറിന് പശ്ചാത്തപിക്കേണ്ടി വരും. ചിലപ്പോൾ സാറിൻ്റെ ജോലിയെ വരെ അത് ബാധിക്കും. സാറിന് വേണമെങ്കിൽ മൂർത്തിസ് ജ്വല്ലറിലേക്കൊന്ന് വിളിക്ക്. അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശൻ്റെ നമ്പർ ഞാൻ തരാം. സാറൊന്ന് വിളിക്ക്, അപ്പോൾ സത്യം എന്താണെന്ന് അറിയുമല്ലോ. ഇനി നിന്നെപ്പോലൊരു പയ്യൻ അങ്ങേരുടെ കൊച്ചുമോനാണോ എന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് മോളിൽ നിന്ന് ട്രാൻസ്ഫർ മാറ്റിച്ചു തരിക. ഇപ്പം തന്നെ കുറേ ആയടാ. പിന്നെ മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ. ഈ അടുത്ത സമയത്ത് ഈ സ്റ്റേഷൻ പരിധിയിൽ 6-7 മോഷണം നടന്നിട്ടുണ്ട്. അതിൻ്റെയെല്ലാം പിന്നിൽ നീയല്ലേടാ? അയ്യോ സാറേ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ പോലീസ് പറയാണ്, നീ കുറ്റം ഏറ്റാൽ മാത്രം പോരാ, നിൻ്റെ കൂട്ടാളികളെയും ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതുവരെ ഈ കലാപരിപാടി അങ്ങ് തുടരും. അങ്ങനെ അബിക്ക് നന്നായിട്ട് കിട്ടി പോലീസിൻ്റെ കയ്യിൽ നിന്നും. അബി എന്നിട്ട് ജയിലിൽ നിന്ന് പറയാണ്, എൻ്റെ അയ്യപ്പസ്വാമിയെ എന്നെ രക്ഷിക്കണമെന്ന്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരുടെ ന്യായീകരണവും കേൾക്കേണ്ട. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആദർശും നയനയും മുറിയിൽ വന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് പറയാണ്, ആദർശേ, നീ ദയവ് ചെയ്ത് ഇവളോടൊന്ന് പോകാൻ പറ. നയന പിന്നെ വിഷമത്തോടെയാണെങ്കിലും മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അവൾ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് പല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ദേവയാനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരെ ദേവയാനി ഡോക്ടറെയാണ് വിളിക്കുന്നത്. ഡോക്ടർ ഓട്ടത്തിലായിരുന്നു. ആ സമയത്ത് വണ്ടി ഒരു സൈഡാക്കി ഒതുക്കിയിട്ട് ഡോക്ടർ കോൾ എടുക്കുകയാണ്. ഹലോ, ഞാൻ ദേവയാനിയാണ്. മനസ്സിലായി. എന്താ, എന്തെങ്കിലും അവശതയുണ്ടോ? ഇല്ല, ഇപ്പം എൻ്റെ മനസ്സിലാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളത്. എന്ത് പറ്റി? എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി ആരാണെന്ന് ആരും പറയുന്നില്ല. എല്ലാവരും എന്നിൽ നിന്ന് അത് മറച്ചു വെക്കുന്നത് പോലെ ഒരു തോന്നൽ. ഡോക്ടർക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാൻ കഴിയുമോ? അറ്റ്ലീസ്റ്റ് ആ മൊബൈൽ നമ്പർ എങ്കിലും. അത് പിന്നെ ഒരു ഡീറ്റെയിൽസും ആരോടും പറയരുത് എന്നാ ആ കുട്ടിയും കുട്ടിയുടെ ഹസ്ബൻഡും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അത് ഞങ്ങൾ പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ ദേവയാനി. സോറി ഡോക്ടറെ,
നമ്മളെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് അറിയാനുള്ള അവകാശം നമുക്കില്ലേ? അവരെപ്പറ്റി അറിയാവുന്ന പലരും ദേവയാനിക്ക് അരികിൽ ഉണ്ടല്ലോ. അവരത് ദേവയാനിയോട് പറയാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറയും? ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോവുമല്ലേ? തൽക്കാലം അങ്ങനെ പോട്ടെ. ദേവയാനിയെ സഹായിച്ചത് നന്മയുള്ളൊരു പെൺകുട്ടിയാണ്. അത്രമാത്രം ദേവയാനി ഇപ്പോൾ അറിഞ്ഞാൽ മതി. ശരി. ഫോൺ ഡോക്ടർ വെച്ചപ്പോൾ ദേവയാനിക്കൊരു വിഷമം പോലെയായി. അപ്പോൾ അതിൻ്റെ അടിയിൽ വരികയാണ് നമ്മളെ ജലജ. ജലജ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ എടുത്തി ഒരു വിഷമം പോലെ? ആദർശും അവൻ്റെ അച്ഛനും ഒന്നും വിളിച്ചില്ലേ? അവരൊക്കെ വിളിച്ചിരുന്നു. അല്ല, എന്നെ സഹായിച്ച ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലേ? അതോ നിങ്ങളും അറിഞ്ഞിട്ട് അത് എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുകയാണോ? എൻ്റെ ഏട്ടത്തി, ഞങ്ങൾ അറിഞ്ഞെങ്കിൽ അത് ഏട്ടത്തിയോട് പറയാതിരിക്കുമോ? ആ പെൺകൊച്ച് ആരാണെന്നറിഞ്ഞാൽ അവളെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാവില്ലേ? അതിന് സമ്മതിക്കുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ആദർശിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അത് കൊടുത്തുവെന്ന് അവൻ പറഞ്ഞു. പക്ഷേ ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ പൈസ ഒരുപാടുള്ള ആൾക്കാരായിരിക്കും. ഇന്നത്തെ കാലത്ത് കോടീശ്വരന്മാർ പോലും വൃക്കയും കരളുമൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നില്ലേ? ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കും ഈ പെങ്കൊച്ചും ഭർത്താവും ഒക്കെ. എങ്കിലും അവരെപ്പറ്റി അറിയാനുള്ള അവകാശം നമുക്കില്ലേ ജലജേ? ആ, അതൊക്കെയുണ്ട്. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, എന്താ അത്? ഏയ് ഒന്നുമില്ല. എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തിയേ പറ്റൂ. ഒരുത്തി കരൾ കൊടുത്ത് സഹായിച്ചു. നീ അവളുടെ പിന്നാലെ നടക്കുക പൈസയും കൊണ്ട്. ഇവിടെ ആവശ്യക്കാർക്കൊന്നും കൊടുക്കത്തുമില്ല. ഏട്ടത്തി, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഏയ് ഇപ്പോൾ ഒന്നും വേണ്ട. വീണ്ടും ദേവയാനി ചിന്തിക്കുകയാണ്, ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടരുത്. അവളെ കണ്ടാൽ എൻ്റെ രോഗം വീണ്ടും കൂടും. വീണ്ടും ദേവയാനി ചിന്തിക്കുകയാണ്, എന്താ ദേവ ഇങ്ങനെയൊക്കെ പറയുന്നത്? നയനയെ വെറുക്കും തോറും അത് നിനക്ക് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കുന്നത്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാ. എന്നിട്ട് നിങ്ങളെല്ലാവരും അവളെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പം പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. അവളെപ്പോലെ നന്മയുള്ളൊരു മരുമകളെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ്. അവിടെയും വീണ്ടും ദേവയാനി ചിന്തിക്കുകയാണ്. മലക്ക് പോയ എല്ലാവരും തിരിച്ചെത്തി. അബിയെ നിർത്തിയ സ്ഥലത്ത് ക്ഷേത്രത്തിലാണ് അവരെല്ലാവരും എത്തിയിട്ടുള്ളത്. എന്നിട്ട് അവർ പറയാണ്, അവനിതിവിടെ പോയി കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. അവനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഏട്ടാ, അവൻ ഇത്രയും സമയമൊന്നും ഒരിടത്ത് അടങ്ങി നിൽക്കുന്ന ടൈപ്പല്ല. ഇവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ഇവിടെ തന്നെ ഇരിക്കണം എന്നല്ലേ അവനോട് പറഞ്ഞത്? അത് കേട്ട് ആദർശ് പറയാണ്, പറഞ്ഞാൽ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പിന്നെ അവിടെ ഒരാളെ കണ്ടപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, ഏട്ടാ, ഞങ്ങളിവിടെ മലക്ക് പോകുമ്പം ഒരാളെ ഇരുത്തിയിട്ടായിരുന്നു പോയത്. അവന് കാല് വയ്യാത്തതുകൊണ്ട് അവനെ അതുകൊണ്ട് കൊണ്ടുപോയില്ല. ഇവിടെ കിടന്ന് ഉറങ്ങാമെന്നാണ് പറഞ്ഞത്. ആളെ ഇപ്പോൾ കാണുന്നില്ല. ഇവിടെ അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ. ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഇതാ ഫോട്ടോ കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ ഒരാൾ ഈ പരിസരത്ത് എങ്ങും വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയേട്ടാ? ഞങ്ങൾ അവനെ ഇവിടെ ഇരുത്തിയിട്ടല്ലേ പോയത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തൊരു തട്ടുകടയുണ്ട്, അവിടെ ചോദിക്കാം. നല്ല ചായ കിട്ടും. ഇവിടെ വരുന്നവരൊക്കെ അവിടെ പോകാറുണ്ട്. അവിടെ ഒന്ന് തിരക്കി നോക്ക്. ആ, ശരി ഏട്ടാ. അനിയുടെ അച്ഛൻ പറയാണ്, നമുക്ക് അവിടെ ഒന്ന് തിരക്കാം. വാ. അങ്ങനെ അവർ അവരുടെ വണ്ടിയുമായിട്ട് ആ ഹോട്ടലിൻ്റെ മുൻവശത്തെത്തി. നമുക്ക് ഓരോ ചായ കുടിക്കാം, എന്നിട്ട് കാര്യം തിരക്കാം. ആ, അത് കൊള്ളാം. ഏട്ടാ, 2 സ്ട്രോങ് ചായ. വിത്തൗട്ടല്ലല്ലോ? അല്ല. എടാ, 2 ചായ കൊടുക്ക്. എന്നിട്ട് അനിയുടെ അച്ഛൻ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ. ഏട്ടാ, ഈ ആൾ ഇങ്ങോട്ട് വന്നിരുന്നോ? അയ്യോ, ഇത് ആ കള്ളനല്ലേ? കള്ളനോ? എൻ്റെ സാറന്മാർ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു. കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചായ കൊടുത്തില്ല. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ. അവൻ നിങ്ങളുടെ ആരാ? അതൊക്കെ പറയാം. ഇപ്പോൾ അവൻ എവിടെയുണ്ടെന്ന് അറിയോ? അയ്യോ, അറിയത്തില്ല. ഈ ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് ദിവസമായിട്ട് മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പരിചയമില്ലാത്തവരെയൊക്കെ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോവുക. ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്ക്. അവൻ കുറുവാ സംഘത്തിൽപ്പെട്ടവനാണോ എന്നൊരു സംശയമുണ്ട്. അവൻ ഒരു കുറുവാ സംഘത്തിലും പെട്ടയാളല്ല, ഞങ്ങളുടെ കൂടെ വന്നയാളാ. അയാൾ ചിന്തിക്കുകയാണ്, ഇനി ഇവരും കുറുവാ സംഘമാണോ? അല്ല, സാറന്മാർ ചായയൊക്കെ പറഞ്ഞല്ലോ, പൈസ കയ്യിലുണ്ടോ? എടോ, പൈസ കയ്യിലില്ല, ഞങ്ങൾക്ക് ചായയും വേണ്ട തൻ്റെ. അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നയാൾ പറയാണ്, തരികിടയാണെന്നാണ് തോന്നുന്നത്. ഏയ്, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. ഓ, കള്ളന്മാർക്കാണല്ലോ പത്രാസ് കൂടുതൽ. അവരുടെ കയ്യിലാണല്ലോ കാശുള്ളത്.
പിന്നെ കാണിക്കുന്നത് മൂർത്തി സാറിനെയും ദേവയാനിയുമാണ്. മക്കൾ മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ അമ്മമാർ പരസ്പരം പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെ പഴിച്ച് നടക്കരുത്. മുത്തശ്ശൻ പറയാം, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് നല്ലത് ചെയ്യിക്കണം. ഉടൻ ജലജ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛനീ പറയുന്നേ? അപ്പം മുത്തശ്ശി പറയാണ്, നീ നിന്റെ മകനെ എന്താ ചെയ്തതെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ അവന് മാത്രം മല ചവിട്ടാൻ പറ്റാതായി പോയത്. ഇതുവരെ അവന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അവൻ മലക്ക് പോയപ്പോൾ അത് മുടങ്ങിയെങ്കിൽ ഇതിൻ്റെ കാരണക്കാരി അവൻ്റെ ഭാര്യ തന്നെയാണ്. വീട്ടിലെ ആണുങ്ങൾ മാലയിട്ടതിന് ശേഷം ഇവിടെ അത്യാഹിതങ്ങൾ ഒരുപാടുണ്ടായത്. ഏട്ടത്തിക്ക് ഉൾപ്പെടെ കയറി വന്ന മരുമക്കളുടെ മനസ്സ് ശരിയല്ല. അതുകൊണ്ടാണ് വീട്ടിനകത്ത് ദോഷങ്ങളെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. കഴിക്കച്ച ദോഷം എടുക്ക്, ദേവയാനി പറയാം. ജാനകി, അങ്ങനെ എല്ലാ മക്കളെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല ജലജെ. ഇവിടേക്ക് അന്തസ്സായി കയറി വന്ന ഒരാളുണ്ട്. ഈ വീടിൻ്റെ നിലക്കും വിലക്കും അനുസരിച്ച ഇവിടേക്ക് കയറി വന്ന എൻ്റെ മരുമകളെ മറ്റ് 2 മരുമക്കളുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. എന്നിട്ട് പിണങ്ങിപ്പോയ അനാമികയും മോളെ വിളിച്ചു കൊണ്ടുവരാൻ ഇവിടെ ആരും ഇല്ല. അപ്പം മുത്തശ്ശി പറയാണ്, അവൾ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയില്ലേ ജാനകി? നിന്റെ മുന്നിൽ വെച്ചല്ലേ അവൾ നയനമോളെ പിടിച്ച് തള്ളിയത്. അപ്പം ജലജ, അങ്ങനെ പിടിച്ച് തള്ളിയെങ്കിൽ നന്ദു അതിൻ്റെ ഇരട്ടിയായിട്ട് അനാമിക മോൾക്ക് കൊടുത്തില്ലേ? അയ്യോ, എന്തൊരു തല്ല അവൾ തല്ലിയത്! താഴെയിട്ട് ചവിട്ടുകയും ചെയ്തു. അവശതയുള്ള ചേച്ചിയെ നോവിക്കുന്നത് കണ്ടാൽ ആരായാലും സ്നേഹിക്കുന്ന അനിയത്തിമാർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അപ്പം വീണ്ടും ദേവയാനി ചോദിക്കുകയാണ്, അച്ഛാ, അവൾക്കെന്താ ഇത്ര അവശത? ഏട്ടത്തി അറിഞ്ഞില്ലായിരുന്നോ? ഏട്ടത്തിക്ക് കരൾ തന്നത് അവളാ. അതിൻ്റെ അവശതയെ അവൾക്കിപ്പോൾ. അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ ഞെട്ടുകയാണ്. അത് കേട്ട് ജാനകി, പിന്നെ ഏട്ടത്തി ICUവിൽ കിടന്ന സമയത്ത് ഏട്ടത്തിയുടെ അസുഖം മാറില്ലേ എന്നായിരിക്കും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവളല്ലേ കരൾ പകർത്തു കൊടുക്കാൻ പോകുന്നത്? വെറുതെ ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് വാചകടിക്കാതെ കഴിച്ചിട്ട് എണീച്ച് പോവാൻ നോക്ക്. മുത്തശ്ശൻ ജാനകിയോടായിട്ട് പറയാണ്. ദേവയാനി, എന്നെ സഹായിച്ച പെൺകുട്ടിയെ ഇന്ന് വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവൾക്ക് കൊടുത്ത ചെക്ക് ഇതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുമില്ല. അത് കേട്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കാണ്. മുത്തശ്ശി പറയാണ്, അവർക്ക് പണം ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ ദേവയാനി? ആയിക്കോട്ടെ, അത്രയും നല്ല മനസ്സുള്ള ഒരാൾക്കാരെ ഞാൻ കാണുന്നതിൽ എന്താ തെറ്റ്? ആ കുട്ടിയെ എന്തിനാ എല്ലാവരും ചേർന്ന് മറച്ചു വെക്കുന്നത്? മുത്തശ്ശൻ പറയാണ്, ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും സ്ഥലത്തില്ല എന്ന് ആദർശ് പറഞ്ഞില്ലേ? എൻ്റെ ഏട്ടത്തി അതുപോലെ നല്ല മനസ്സുള്ള മരുമക്കളായിരുന്നു ഈ വീട്ടിൻ്റെ മരുമക്കളാകേണ്ടത്. കാണുന്നത് കൊണ്ടോ സഹായിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. അല്ലാതെ കുടുംബത്തെ സ്നേഹിക്കാത്ത നമ്മുടെ മരുമക്കളുടെ പിന്നാലെ പോകാത്തതാണ് നല്ലത്. കേട്ട് മുത്തശ്ശൻ പറയാണ്, നയനമോള് കുടുംബത്തോട് കാണിക്കേണ്ട സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. ദേവയാനിയെ സഹായിക്കേണ്ട ഒരവസരം വന്നാൽ മാറി നിൽക്കുന്ന കൂട്ടത്തിലല്ല നയനമോള്. ആദർശ് നയനയെ കല്യാണം കഴിച്ചതിന് ശേഷം ആ കുട്ടി നിന്നെ അമ്മായിയമ്മയായിട്ടല്ല കണ്ടത്, സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത്. അതെന്നെങ്കിലും നീ മനസ്സിലാക്കും ദേവയാനി. മുത്തശ്ശി, അതുകൊണ്ടാണ് ആരോടും ചോദിക്കാതെ ഞാനും ഇയാളും നയനമോളെ കാണാൻ പോയത്. അവൾക്ക് സ്വർണം കൊടുത്തു. അതിനിവിടെ പലർക്കും ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ രണ്ടാളും ഈ വീട്ടിലെ മരുമക്കളായി വന്നതിന് ശേഷമാണ് നയനയും നവ്യയും ഒക്കെ ഇവിടെ വന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ തറവാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചത് ഏറ്റവും കൂടുതൽ നയനമോളാണ്. ഞാൻ ഫുൾ മാർക്ക് കൊടുക്കുന്നതും മോൾക്കാണ്. അതിപ്പം ആർക്ക് എന്ത് തോന്നിയാലും ശരി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേവയാനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ദേവയാനി വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബിയുടെ സെല്ല് ഒരു പോലീസ് വന്ന് തുറക്കുകയാണ്. അടാ, ആദർശിൻ്റെ അച്ഛനും അനിയും ഒക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. അതായത് അബിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അബി വന്നപ്പോൾ പറയുകയാണ് ആദർശിനോടും അച്ഛനോടും, മോഷണ കുറ്റം ചുമത്തി എല്ലാ കേസും എൻ്റെ തലയിലിട്ട് എന്നെ ഇതിനകത്ത് കയറ്റിയിരിക്കുക. ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിലും എന്നെ തല്ലി, കള്ളാണെന്ന് പറഞ്ഞ്. അപ്പം ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ സാറേ ഇത്? നിരപരാധികളെ പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ കൈത്തരിപ്പ് മാറ്റുകയാണോ? പരിസരത്ത് കുറച്ച് ദിവസമായിട്ട് മോഷണങ്ങൾ അധികം നടക്കുന്നുണ്ട്. CCTVയിൽ പതിഞ്ഞ കള്ളൻ്റെ സാമ്യമായിട്ട് ഈ പയ്യന് നല്ല ചേർച്ചയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങാൻ നോക്കി. സംശയത്തിനിട നൽകി. അപ്പോൾ അബി പറയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണെന്നും ഞാൻ നിരപരാധിയാണെന്നും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേസാക്കണം അമ്മാവാ. ആദർശ് പറയാണ്, കേസാക്കേണ്ടതാണ്. പക്ഷേ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാതെ പോകുമ്പോൾ തെറ്റല്ലേ? ഇത് നിങ്ങളൊക്കെ മടങ്ങി വരുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. അതെങ്ങനെയാണ് ആ ഹോട്ടലുകാർ വിശ്വസിക്കുന്നത്? ഇതൊക്കെ അയ്യപ്പസ്വാമി നിനക്ക് തന്ന ശിക്ഷയാണ്.
അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസിനും വഴക്കിനും ഒന്നും പോകണ്ട. എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഒരാൾ അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ പോലീസുകാർ കാണിക്കണം. സോറി സാർ, സാഹചര്യം അങ്ങനെയായി പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് പോലീസ് മുറ എടുക്കേണ്ടി വന്നത്. അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ്, സാറേ അതിന് ഇങ്ങനെയൊക്കെ തല്ലിച്ചതക്കണോ? പറഞ്ഞതാ മലക്ക് പോയവർ ഉടനെ മടങ്ങി വരും എന്ന്. തൊണ്ടി മുതൽ എവിടെയെന്ന് ചോദിച്ച് എന്നെ തല്ലുമായിരുന്നു. ശരി ശരി, വാ പോവാം. പിന്നെ ആദർശിൻ്റെ അച്ഛൻ പോലീസിനോടായി പറയാണ്, ഇനിയെങ്കിലും സംശയത്തിൻ്റെ നിഴലിൽ ആരെയെങ്കിലും എടുത്താൽ അവരോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറരുത്. നടക്ക്. ആദർശിൻ്റെ അച്ഛൻ പറയാണ്, നമുക്കിത് വേണമെങ്കിൽ കേസാക്കാമായിരുന്നു. ആ SIയുടെ ജോലിയും കളയാമായിരുന്നു. പിന്നെ മനഃപൂർവ്വം അത് ചെയ്യാതിരുന്നതാ. ഭഗവാൻ ആ SIയുടെ രൂപത്തിൽ വന്ന് നിനക്ക് തരാനുള്ളത് തന്നതാ. അത് കേട്ട് അബി ഷോക്കടിച്ചതുപോലെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.